ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഹെയറിൽ ഏത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തത്, എന്തുകൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്തു, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അത് എത്ര റേറ്റ് ആയി, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഷോർട്ട് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ടു ദ വീഡിയോ. ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തത് കാലിക്കട്ടുള്ള ഗ്രാവിറ്റി സലൂൺ ആയിരുന്നു. അവരൊരു ഓഫർ വന്നതുകൊണ്ട് മെയിനായിട്ട് അവിടെ ചൂസ് ചെയ്തതാണ്. നമ്മൾ ചെന്ന പാടെ അവർ നമുക്കൊരു കൺസൾട്ടേഷൻ ചെയ്യും. അവർ നമ്മുടെ ഹെയർ നോക്കിയിട്ട് അതിനെന്തെങ്കിലും ഡാമേജസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ വയസ്സായിരിക്കും നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു തരുന്നത്. എൻ്റെ ഹെയർ ഓൾറെഡി കളേർഡ് ആയതുകൊണ്ടും ഇനി ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ഹെയർ ഫാളിന് കാരണമാവുന്നതും കൊണ്ടാണ് സ്മൂത്തനിങ് ചെയ്യാണ്ട് ബൊട്ടോക്സ് ചെയ്തത്. ബൊട്ടോക്സ് ഒരു നോൺ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം ആദ്യമേ തന്നെ ഹെയർ വാഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹെയർ വാഷ് എന്ന് പറഞ്ഞാൽ തന്നെ 3 സെറ്റ് ഹെയർ വാഷാണ്. അതും ഓരോ ഹെയർ വാഷിന് ശേഷം ഷാമ്പൂ ഇട്ട് നമ്മളൊരു 10 മിനിറ്റ്സ് വെച്ച് ഇരുത്തിയതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സിലേക്ക്. അപ്പോൾ ഈ 3 സെറ്റ് ഹെയർ വാഷിന് ശേഷമാണ് നമ്മൾ ബാക്കി പ്രോസസ്സുകളിലേക്കൊക്കെ കടക്കുന്നത്. നമ്മുടെ ഹെയർ നല്ലോണം കോംബ് ചെയ്തിട്ട് അത് നല്ലോണം ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ടൈമിനുള്ളിൽ തന്നെ അവർ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടെ ഫിക്സ് ചെയ്ത് നമ്മുടെ സൈൻ മേടിക്കും. എമൗണ്ടൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം ഹെയർ എല്ലാം നല്ല ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം നല്ല ഡ്രൈ ആയതിനു ശേഷം അവർ നമ്മൾ ഹെയർ കോംബ് ചെയ്തിട്ട് പാർട്ടീഷൻ വൈസ് തിരിച്ചിട്ട് ഓരോരോ സ്മോൾ സ്ട്രിപ്സിലേക്കായിരിക്കും ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഒരു നല്ല ലെങ്തി പ്രോസസ്സാണ്. ഇത്രയും വെയിറ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോസസ്സിന് ഇരുന്നത്. രാവിലെ ചെന്നിട്ട് വൈകുന്നേരമാണ് എനിക്ക് വരാൻ പറ്റിയത്. ഇത്രയും ലെങ്ത് ഉള്ളതും കൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെയും 1 അവർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ വെയിറ്റ് ചെയ്തതും അതൊന്നും എടുക്കാൻ മറന്നുപോയി ഗൈസ്. രാവിലെ ഒരു 10:30 ചെന്ന് ഞാൻ വരുന്നത് 4 മണിക്കും കണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ലെങ്തി പ്രോസസ്സിനിരുന്ന് എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക ഞാൻ കണ്ടു. അപ്പം ആ ഒരു പ്രശ്നം എനിക്ക് തോന്നിയുള്ളൂ. നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ 1 അവർ വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഹെയർ പിന്നെ വാഷ് ചെയ്യാതെ തന്നെ ഓരോരോ സ്മോൾ സ്ട്രിപ്സ് എടുത്തിട്ട് അവർ നമ്മുടെ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുവാണ്. ഈ ഹെയർ സ്ട്രെയിറ്റനിങ്ങിന് വേണ്ടി തന്നെ എടുത്തത് ഓൾമോസ്റ്റ് 2 അവേഴ്സാണ്. സ്ട്രെയിറ്റനിങ് കഴിഞ്ഞിട്ടും പിന്നെ ഒരു ഹെയർ വാഷ് ഉണ്ട്. ഈ ഹെയർ വാഷിന് ശേഷം നമ്മുടെ ഹെയർ ഒന്ന് ബ്ലോ ഡ്രൈയും കൂടെ ചെയ്തിട്ട് അവർ നമുക്ക് സെറ്റ് ചെയ്ത് കോംബ് ചെയ്ത് തരും. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടമായോ എന്നും കൂടി ഒന്ന് പറയണേ.